ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കോൺട്രാക്ടറുടെ വീട്ടിലാണ്. ഡ്രസ്സൊക്കെ മാറി എനിക്കിന്ന് ഇവിടെയാണ് കേട്ടോ വർക്ക്. ഇന്ന് എനിക്ക് മേസ്ത്രിമാരുടെ കൂടെയാണ്, കയ്യാൾ പണിയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ പാരപ്പറ്റ് തേക്കാനാണ് കേട്ടോ, ഈ കൈവരി തേക്കാനാണ് സംഭവം. ഞാൻ 1.5 കൂട്ടിന് മണ്ണ് കയറ്റിയിട്ട് വന്നിട്ട് 1.5 കൂട്ടിന് മണ്ണിട്ട് സിമൻറ്റ് കയറ്റി വെച്ചിട്ടുണ്ട്. 2 പാക്കറ്റ് സിമൻറ്റ് കയറ്റി വെച്ചു, അവിടെ ഇവിടെയായിട്ട് സിമൻറ്റ് കയറ്റി വെച്ചു. അപ്പോൾ താഴെ ചാരത്തിൻ്റെ പണി നടക്കുവാണ്. പിന്നെ ഈ കൈവരിയെല്ലാം തേക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഇതൊരു കൂട്ടിൻ്റെ ഒന്നാണ്, ഇത് അരക്കൂട്ടിനാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കൂട്ടിന് ചാന്ത് ഞാൻ കൂട്ടി. ഇനി മേശരിമാർ വന്നാൽ മതി, അപ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. അതാ ഇവിടെ ഈ ചാരം അവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പാരപ്പറ്റാണ് തേക്കാനായിട്ട് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ സാധനം തികഞ്ഞില്ല കേട്ടോ. കെട്ടാനുള്ള കഴിയും സാധനങ്ങൾ വരാത്തതുകൊണ്ട് ഈ ഭാഗം നമ്മൾ ആദ്യം ചെയ്യാൻ പോവുകയാണേ. ഈ ഭാഗം ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പോകാം. അപ്പോൾ 3/4 ഭാഗത്തോളം മേളത്തെ പാരപ്പറ്റി തേച്ച് കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ മട്ടം ചെയ്യണം, പിന്നെ വശവ് ചെയ്യാനൊക്കെ ഉണ്ട്. സംഭവം നല്ല വെയിലാണ് കേട്ടോ. ഇപ്പം ഉച്ച ആയതുപോലുമില്ല. രാവിലെ നമ്മൾ വന്ന സമയത്ത് ഈ പാരപ്പറ്റിൻ്റെ സൈഡ് മൊത്തം വെള്ളമായിരുന്നു. നല്ല വെള്ളമായിട്ട് കിടന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല ഉണക്കായി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വെയിലാണ് കേട്ടോ. ഇവിടെ പിന്നെ പൊടിയൊക്കെ ഇട്ട് അതൊക്കെ വാരി കളഞ്ഞ് തൂത്ത് വൃത്തിയാക്കി. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്ക് ചെയ്യാനുള്ള എൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടാണേ. ഫ്രീ ആയി നിൽക്കുമ്പോൾ മാത്രമേ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ. ഈ ഭാഗമെല്ലാം ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. സംഭവം ഫുള്ള് പാരപ്പറ്റും ചാന്ത് പറ്റിച്ച് കഴിഞ്ഞേ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു കൂട്ടും പിന്നെ അതിൽ നിന്ന് നമുക്ക് ഒരു 5 കെട്ടി മണ്ണും കൂടെ അല്ലാതെ അധികം എടുക്കേണ്ടി വന്നു. ഇപ്പോൾ കുറച്ച് മുമ്പ് നമുക്ക് ചാരത്തിനുള്ള കഴകളും പടങ്ങും ഒക്കെ കൊണ്ടുവന്നു. സംഭവം ഇതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് രാവിലെ ആ ചാരം പൂർത്തിയാക്കിയിട്ട് അവിടെ നിന്ന് തുടങ്ങാമായിരുന്നു. വലിയ 2 പ്ലാനാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് കുറുക്കിന് കെട്ടാനായിട്ട് കഴയില്ല. ഇവിടെ നമ്മൾ കൂടാതെ 2 വെൽഡിങ് ജോലിക്കാരും ഉണ്ട് കേട്ടോ. അവരുടെ വർക്കും തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അവിടെ ഈ പ്ലാവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെയിലില്ല, അവർക്ക് അവിടെ നിന്ന് പണിയാം. അപ്പോൾ 1 മണിയായേ, ചോറുണ്ണാനായിട്ട് പോവുകയാണേ. അപ്പോൾ ടൈം 1 മണിയായി കേട്ടോ. നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ്. നല്ല വെയിലാണ് കേട്ടോ. അതിൻ്റെ മണ്ടയിൽ റൂഫിൻ്റെ മുകളിൽ നല്ല ചൂട്. അപ്പോൾ ഇനി ചോറ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി നൈസ് പരിപാടിയാണ്. നമ്മൾ 2 മേശരി ഞാനും മാത്രമേ ഉള്ളൂ. സംഭവം ആ സൈഡ് ചാരത്തിൻ്റെ സാധനങ്ങളില്ലാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് തുടങ്ങായിരുന്നത്. ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിൽ നിന്ന് തുടങ്ങിയത്. ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു വശവ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇനി താഴോട്ടുള്ള പരിപാടി. ചാരത്തിൻ്റെ സാധനങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ചാരത്തിൻ്റെ സാധനങ്ങൾ എടുത്തിട്ട് ചാരം സെറ്റാക്കണം. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ള പരിപാടി അറിയത്തില്ല, അത് അവർക്കേ അറിയാവൂ. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. പോയി കുടിക്കുന്ന വെള്ളം വാങ്ങണം. കുടിവെള്ളമില്ല, കുടിവെള്ളം എടുക്കാൻ പോകണം. ഇപ്പോൾ വെള്ളം മേടിച്ചേ ഞാൻ എൻ്റെ ചോറ്റും പാത്രം തുറക്കാം. അതിൽ മീൻകറി എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നുള്ളത് ബീൻസ് തോരനാണ്. മീൻകറിയിൽ എന്ത് മീനാണെന്ന് കാണിച്ചു തരാം. ഇത് ചൂര മീനാണ് കേട്ടോ, ചൂര മീൻ കറിയാണ്. അപ്പോൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ഞങ്ങൾ ജോലിക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ വെൽഡിങ് വർക്കേഴ്സ് അവരുടെ വർക്ക് തുടങ്ങി. അവർ നമ്മുടെ ചേട്ടന്മാർ തന്നെയാണ് കേട്ടോ, വെളിയിൽ നിന്നുള്ള ടീമുകളല്ല, നമ്മുടെ ആളുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് മുകളിലാണല്ലോ, ഞാൻ മുകളിലോട്ട് പോവുകയാണ്. നമ്മുടെ മേശരിമാർ മുമ്പേ കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും കയറി പോവുകയാണ്. നല്ല ഈ സൈഡൊക്കെ ഇപ്പം നല്ല തണലായി കേട്ടോ. അപ്പോൾ ഈ സൈഡെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ആ സൈഡാണ് കേട്ടോ. ആ സൈഡ് പുറത്തുനിന്നാണ് ജോലി വരുന്നത്.
അതിനി വെളിയിൽ ചാരം കെട്ടണം. അപ്പോൾ ചാരം കെട്ടാനായിട്ട് നമ്മുടെ മേശന്മാർ പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എനിക്കിവിടെ ഇനി ബാക്കി മണ്ണ് ഇടണം. മണ്ണിട്ടിട്ട് ബാക്കി അതിനുള്ള ചാന്ത് റെഡിയാക്കി ഇടണം. പിന്നെ അതെല്ലാം ഒതുക്കണം. അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അതാണ് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. വെളിയിൽ ചാരം സെറ്റ് ചെയ്ത് വെളിയിലും തേച്ച് കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ടീ ബ്രേക്കായി. അതിന് ചായ കൊണ്ടുവന്ന് നമ്മളെല്ലാവരും ചായ കുടിക്കാനായിട്ട് പോവുകയാണേ. ഇനി ചായ കുടിച്ചിട്ട് ബാക്കി. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ആ താഴെയുള്ള പരിപാടി ഞാൻ പറഞ്ഞില്ലേ, അതും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ഇനി കാലങ്ങി കഴിയണം, വീട്ടിൽ പോകണം. നല്ല വിശപ്പായി. വീട്ടിൽ പോയി എല്ലാം കഴിക്കണം. നല്ല വിശപ്പായി കേട്ടോ. പറയൂ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ വർക്ക് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ വർക്കായിരുന്നു. എത്ര അടി കിട്ടി? 4 കിട്ടി. ഷോക്കടിച്ച എണ്ണമാണേ പറഞ്ഞത്. ഹലോ, അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടാ. സുല എവിടെയുണ്ട്? സുല എവിടെ എങ്ങനെ വന്നെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങ് വന്നു കേട്ടോ. കാര്യങ്ങളൊക്കെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അത് പറയാം. അത് നമ്മൾ ഒരു ലൈവ് വരുന്നുണ്ട് ഉടനെ തന്നെ. അപ്പോൾ ഇനി വല്ലതും കഴിക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ തുണി കഴിക്കണം. പിന്നെ എഡിറ്റിങ്ങാണ് മെയിൻ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇത്രേ കവർ ചെയ്യാൻ പറ്റുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ നാളെ വരാം. അതുവരെ